തുറന്ന ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് ഇനി കൊച്ചിയുടെ നഗരഹൃദയത്തിലൂടെ മനോഹരമായ കാഴ്ചകൾ കാണാം. കായൽ കാറ്റേറ്റ് കൊച്ചി കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാനുള്ള പുതിയ സർവീസുമായി KSRTCയുടെ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതി ആരംഭിച്ചു. വൈകുന്നേരം 5 മണിക്ക് ബോട്ട് ജെട്ടി സ്റ്റാൻഡിൽ നിന്ന് യാത്ര തിരിക്കുന്ന ബസ് ഏറെ സഞ്ചാരികളെത്തുന്ന മറൈൻ ഡ്രൈവ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവന്യൂ വോക്ക് വേയിലെത്തി തിരികെ മഹാരാജാസ് കോളേജിൻ്റെ മുന്നിലൂടെ ഹൈക്കോർട്ട് ജംഗ്ഷൻ, ഗോശ്രീ പാലം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് കാളമുക്ക് ജംഗ്ഷനിലെത്തുന്ന തരത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. തിരിച്ച് ഹൈക്കോടതി, കച്ചേരിപ്പടി, MG റോഡ്, തേവര, വെണ്ടുരുത്തി പാലം, നേവൽ ബേസ്, തോപ്പുംപടി, BOT പാലം എന്നിവിടങ്ങളിലെത്തും. BOT പാലത്തിൽ എത്തുന്നതിന് മുൻപ് ഇടത്തേക്ക് തിരിയുന്ന ബസ് കായൽ തീരത്തെ പാർക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആസ്വദിക്കാൻ അവസരമൊരുക്കും. രാത്രി 8 മണിയോടെ തിരികെ സ്റ്റാൻഡിൽ എത്തിച്ചേരുകയും ചെയ്യും. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ എന്ന പേരിൽ ആരംഭിച്ച 2 ഓപ്പൺ ഡബിൾ ഡെക്കർ സർവീസുകൾ ഏറെ ജനപ്രീതി നേടിയതിനെ തുടർന്നാണ് വ്യവസായ തലസ്ഥാന നഗരിയിൽ സഞ്ചാരികൾക്കായി ഓപ്പൺ ബസ് സവാരി ഒരുക്കിയിരിക്കുന്നത്. 80 സീറ്റുകളാണ് ബസ്സിലുള്ളത്. സീറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. പദ്ധതി വിജയിച്ചാൽ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ എത്തിക്കാനാണ് KSRTCയുടെ ശ്രമം. 8 മാസം മുൻപ് എത്തിയ ഡബിൾ ഡെക്കർ ബസ് സവാരിക്ക് തയ്യാറായിരുന്നു. എന്നാൽ ബസ് ഓടുന്ന റൂട്ടിലെ മരച്ചില്ലകളും കേബിളുകളും വൈദ്യുതി ലൈനുകളും തടസ്സമാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവ നീക്കം ചെയ്ത ശേഷമാണ് ബസ് ഓട്ടത്തിനായി തയ്യാറെടുത്തത്. മുകളിലത്തെ ഡെക്കിൽ ആളൊന്നിന് 300 രൂപയും താഴത്തെ ഡെക്കിൽ 150 രൂപയുമാണ് യാത്രാ നിരക്ക്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, ഹിൽ പാലസ് മ്യൂസിയം എന്നിങ്ങനെ നീളുന്ന കൊച്ചിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഈ യാത്ര കൗതുകകരമാർന്ന അനുഭവമായിരിക്കും. മൂന്നാറിൽ സർവീസ് നടത്തുന്ന ഗ്ലാസുകളുള്ള ബസ് മോഡലല്ല കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. മുകളിൽ ഓപ്പൺ ഡെക്ക് ആയിരിക്കും. താഴെ മികച്ച സീറ്റിംഗ് സൗകര്യവുമുണ്ട്. ബസ്സിലിരുന്നും നഗരം കാണാവുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന മൂന്നാറിൽ ആരംഭിച്ച ഡബിൾ ഡെക്കർ ബസ് സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു. ദിവസവും 100 കണക്കിന് ആളുകളാണ് ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര ആസ്വദിക്കാനായി എത്തുന്നത്.